ഇന്ന് ജൂൺ 11, 2025. അപ്പോൾ ഇന്ന് പൊതുജനങ്ങളോട് പറയുന്നത്, ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലെ SP ഓഫീസിനോടും അതുപോലെ തന്നെ പോലീസിൻ്റെ DGPയോടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഈ വിരൽത്തുമ്പ് നിങ്ങളുടെ നിയമം എഴുതിയതാണ് കഴിഞ്ഞ 45 കൊല്ലം. അത് തന്നെ ഞാനുണ്ടാക്കിയ നിയമങ്ങളാണ് നിങ്ങൾ അനുസരിക്കുന്നത് 90%. ഇത് പട്ടിണി കിടന്നിട്ടാണ് ഞാൻ എഴുതിയത് എന്ന കാര്യം നിങ്ങളാരും മറക്കരുത്. ഇന്നത്തെ ക്യാൻസറിൻ്റെ മരുന്ന് ആകാശത്തിന് താഴേക്ക് വന്നതൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അതും എൻ്റെ അനുഭവത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. എൻ്റെ മേല് ഫുള്ളായിട്ട് വട്ടച്ചൊറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിന്ന് പറയാൻ വരുന്ന വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ തന്നെ BJPയുടെ പ്രസിഡൻറ്റിനും എല്ലാം നല്ലവരായ ആളുകളും, കോൺഗ്രസ്സുകാർ, മുസ്ലിം ലീഗുകാർ, അതുപോലെ തന്നെ CPMകാർ ഈ നാട്ടിൽ ഭരിച്ചാൽ നിങ്ങളുടെ ഒരു കാര്യവും നടത്തില്ല, ഒരു പോലീസ് കേസും അന്വേഷിക്കില്ല, നിങ്ങളുടെ ഒരു ചുറ്റുപാടും ഉണ്ടാവില്ല. ഒരു ട്രാൻസ്ഫോമറിൽ ഒരു പീസ് പോയാൽ അവർ 6 മാസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. അതുപോലെ തന്നെ ഒരു കാര്യവും ഇവിടെ ചെയ്യില്ല. ഒരു തൊഴിൽ സ്ഥാപനം ഇവിടെ കൊടുത്തിട്ടില്ല. 10 കൊല്ലം നമ്മുടെ മുഖ്യമന്ത്രിയാണ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ്. ആകെ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പെൻഷൻ സമ്പ്രദായം നടപ്പാക്കിയതിൻ്റെ അതും കുറേ ബാക്കിയാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ കളവാണ്. അതായത് ഒരു മന്ത്രിസഭ 1 രൂപയുടെ അധ്വാനമില്ലാണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചിട്ട് ഇങ്ങനൊരു സംവിധാനം ചെയ്യൽ വളരെ മോശമാണ്. കോൺഗ്രസ്സിനും അധികാരം കൊടുത്താൽ പറ്റില്ല, അവർക്ക് വിവരമില്ല. ഒരു കോൺഗ്രസ്സുകാർക്കും വിവരമില്ല, അതുപോലെ തന്നെ ലീഗുകാർക്കും ഒരെണ്ണത്തിന് വിവരമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവർക്ക് ഫുള്ളായിട്ട് നമ്മൾ നല്ല എരിവുള്ള ചീനമുളക് അല്ലെങ്കിൽ ആ ഉണ്ടമുളക് എടുത്തിട്ട് ഇവരെ കണ്ണിലും മുട്ടാണിലും മുള്ളിലും വരുത്തണം. എന്നിട്ട് പൊതുജനത്തിൻ്റെ ഇടയിൽ കൊടുന്ന് കെട്ടിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം കഴിഞ്ഞ 40, എൻ്റെ അറിവിൽ എൻ്റെ നേരിട്ട് ബന്ധമുള്ളത് 45 കൊല്ലമാണ് ഇവർ എന്നോടും ഇവിടെ ഉള്ളവരോടും പിന്നെ അക്രമം ചെയ്തിട്ട് അത് ചോദ്യം ചെയ്യാൻ പോലും ഒരു ചുറ്റുപാടില്ല. അതിനും കൂടി പിണറായി വിജയന് അറിവില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിവില്ല. അതുകൊണ്ടാണ് പൊതുജനം ഇവരൊക്കെ പുറത്താക്കിയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ഈ നാട്ടിലെ 100% ആളുകൾക്ക് ജോലി വേണമെങ്കിൽ, തൊഴിൽ വേണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ നിങ്ങൾ കൊണ്ടുവരണം. എന്നെ നിങ്ങൾ വെറുതെ നിങ്ങളോട് വിളിച്ചാലൊന്നും ഞാൻ കയറി വരില്ല. കാരണം എനിക്കതല്ല പണി, എനിക്ക് പണി വേറുണ്ട്. മനസ്സിലായില്ലേ? എൻ്റെ ഓരോ ചുറ്റുപാടുകളുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും, എൻ്റെ മുന്നിൽ വരും എൻ്റെ സാധനം. അത് വരാത്ത ഒന്നും എൻ്റെ അല്ല. അത് മനസ്സിലായില്ലേ? അതാണ് എൻ്റെ തീരുമാനം. അതിന് നിങ്ങൾ എവിടെ കളഞ്ഞിട്ടും കാര്യമില്ല. അപ്പം എൻ്റെ അടുത്തേക്ക് വരാണ്ട് എത്രയോ ആളുകൾ പൊഴുത്തിട്ട് പല ആശുപത്രികളിലും കിടന്ന് ചത്തിട്ട് പിന്നെ 2, 3 കൊല്ലം ഇല്ലാത്ത പേരിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് ചിലത് കൊടുന്നു. മനസ്സിലായില്ലേ? 8000 ഓപ്പറേഷൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. 8000 ഓപ്പറേഷൻ ചെയ്തത് അതിൻ്റെ മുമ്പ് മരിച്ച മയ്യത്തിനായിരുന്നു എന്നൊരു കാര്യം നിങ്ങൾ ഓർക്കണം. ഒരെണ്ണത്തിന് ഒരു തുള്ളി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നോട് ഇടപെട്ടില്ലെങ്കിൽ. മനസ്സിലായില്ലേ? അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ നിങ്ങളുടെ കൈയും കൊണ്ട് തോന്നിയ ഞാൻ നിങ്ങളോട് വല്ലതും ഈ ഇതും കൊണ്ട് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവേറ്റല്ലാണ്ട് എൻ്റെ മുന്നിൽ വരില്ല. ഇതുവരെ നടന്നിരുന്ന കംപ്ലീറ്റ് ഉടായിപ്പായിരുന്നു. മുഴുവൻ തങ്ങന്മാരും മൈലിയന്മാരും നുണ പറയായിരുന്നു. മുഴുവൻ തങ്ങന്മാരും മൈലിയന്മാരും മതപണ്ഡിതന്മാരും എൻ്റെ പേരിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കയറിയിട്ട്, അതായത് കേരളത്തിലെ പോലീസുകാർക്ക് ചെയ്യാൻ കഴിയില്ല, പിണറായി വിജയന് ബുദ്ധിയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ നേരിട്ട് പല കാര്യങ്ങളിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും ഇടപെടുകയും ചെയ്യും. അത് ഇതിലല്ല വരിക. ഞാൻ പണിയെടുത്താൽ അത് പണിയാവും, അത് ശരിക്കും പണിയാവും. കാരണം മാർക്സിസ്റ്റ് പാർട്ടികൾക്കൊക്കെ നായ്ക്കൾക്ക് ഊമ്പാമ്പ് പോലെ പണി, അതുപോലെ തന്നെ ലീഗുകാർക്കും ആ പണിക്ക് എന്നെ കൂട്ടരുത്. മനസ്സിലായില്ലേ? പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഭരണം ഏറ്റെടുത്ത് അവരെ വോട്ട് മാത്രമല്ല നികുതിയും തരുന്നുണ്ട് കേരള സർക്കാരിൽ. വെറും നികുതിയാണെന്ന് കണക്കാക്കണ്ട. വെലങ്ങാട് ജലവൈദ്യുതി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ എനിക്കൊരുപാട് അധ്വാനമുണ്ട്. വെറും അധ്വാനം മാത്രമല്ല, ഞാനിതൊക്കെ പല ബാങ്കുകളിൽ നിന്ന് ഈ ലോണെന്ന് പറഞ്ഞ സാധനമുള്ള അത് പഠിച്ചിട്ട് അതിന് പലിശയും വരും. മനസ്സിലായില്ലേ? പലിശ കൊടുക്കണം. മനസ്സിലായില്ലേ? അത് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ അതിൻ്റെ അങ്ങേപ്പുറത്ത് 1955 സുപ്രീം കോടതി ഓർഡറിൻ്റെ, അത് നിയമപ്രാബല്യമുള്ള ഒരു ഓർഡർ ഉണ്ടായില്ലേ, അത് നടപ്പാക്കാണ്ട് നിങ്ങൾ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ അത് നിങ്ങൾക്ക് തന്നെ പറ്റും. അതുപോലെ ഇത്തരം ഒരു തീരുമാനത്തിന് ശരിക്കും കൊടുത്താൽ എല്ലാവരും കുടുങ്ങി പോകും. കാരണം അതിൻ്റെ സംവിധാനം എങ്ങനെ? കാരണം ഇവിടുത്തെ എല്ലാ ആളുകളെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറുമനായിട്ട് ജനിച്ചിട്ടില്ല, നസറാണിയായിട്ട് ജനിച്ചിട്ടില്ല, മുസ്ലിമായിട്ട് ജനിച്ചിട്ടില്ല. ആദം നബി അറിഞ്ഞ ഒരു മനുഷ്യൻ മാത്രമാണ് ജനിച്ചത്.
പിന്നെ ഈ കള്ളത്തരമൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ സൗകര്യത്തിനാണ് മുഴുവൻ സൗകര്യമില്ല. മനസ്സിലായില്ലേ? അതായത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം. ഇവിടുത്തെ വൃദ്ധർക്ക് 25,000 രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, അതിന് തൊഴിൽ സ്ഥാപനം കൊണ്ടുവരാൻ പറ്റില്ലെങ്കിൽ തൂങ്ങിച്ചാവുക നിങ്ങൾ പോയിട്ട്. എനിക്ക് പറയാനുള്ളത് അതാണ്. കാരണം ഞാനിത് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവന്മാർ പിന്നെ ഒരാൾ വരരുത്, ഒരു പരാതിയുമായി ഞങ്ങളുടെ മുന്നിൽ വരരുത്, ഞങ്ങൾ സർക്കാർ ഉദ്യോഗം ഇരിക്കണമാണിത് കേൾക്കാൻ ബാധ്യസ്ഥണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചവിട്ടി ഒതുങ്ങി തരികയാണ് പോലീസുകാർ ചെയ്യുന്നത്. അവരെ യൂണിഫോമിൻ്റെ ഒരു ബലം അവർക്ക് പോലും ബലമില്ലാത്തൊരു കാര്യം. കാരണം ഒരു കാര്യമില്ലാണ്ട് വെറുതെ യൂണിഫോം ഇട്ടിരിക്കുക എന്നതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. എൻ്റെ മുന്നിൽ തന്നെ ചികിത്സയ്ക്ക് വരുന്ന പല ആളുകളും പറയാറുണ്ട്, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യണം, പെന്ന് റെഡി ആയിട്ടിരിക്കണം, കടലാസ് റെഡി ആയിട്ടിരിക്കണം, എഴുതാൻ പാടില്ല, കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാൻ പാടില്ല. ഇതാണ് DGPമാരുടെ നിർദ്ദേശം. ഇങ്ങനെ ഒരു മന്ത്രി എന്തിനാണ് ഈ നാട്ടിൽ? ഇതിനൊക്കെ പിടിച്ചിട്ട് ശരിക്ക് അകത്തിടണ്ടേ? അല്ല വേണ്ടേ? കേന്ദ്ര സർക്കാരിന് ഒരു ലേശം ബുദ്ധിയും വിവരം ഉണ്ടെങ്കിൽ ഇയാൾ എന്നോ അകത്ത് പോയില്ലേ? ഇയാൾ കണ്ണോട്ടി കാണിക്കുമ്പോഴത്തേന് പേടിക്കാൻ അത്ര മണ്ടനാണോ പ്രധാനമന്ത്രി? ഒരു മുഖ്യമന്ത്രി കണ്ണൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് തുറച്ച് നോക്കുമ്പോഴത്തേനാണ് പോകാനുള്ളതാണോ? ശരിക്കും ലീഗലായിട്ട് നടപടി ഇരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനായി സ്ഥാനത്തിരിക്കണമെന്ന് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം 45 കൊല്ലത്തെ പരാതികളാണ് കെട്ടിക്കിടക്കുന്നത്. അതുമാത്രമല്ല ഒരു നടപടികളും പട്ടികൾ ചെയ്യുന്നില്ല. പോലീസുകാരെ മുഴുവൻ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവർക്ക് തലപ്പത്തു നിന്നുള്ള ഓർഡർ ഒരു കേസും പിടിക്കേണ്ടതാണ്, ഒരാളിന് ഒരു പരാതി അന്വേഷിക്കേണ്ടതാണ്. അവർ നേരിട്ട് തരുന്നതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യേണ്ടതെന്നാണ്. അത് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ കാലത്തും വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല ചുറ്റുപാടിലാണ് ജനങ്ങളുള്ളത്. ഇത് പറയാതിരുന്നാൽ ശരിയാവില്ല. പൊതുജനം എന്നോട് ശോഭിക്കരുത്. നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെതിരെ ഞാൻ വെറുതെ ഉണ്ടായിട്ട് പറഞ്ഞല്ല, ഇന്ന് നല്ലോണം പോയിട്ട് അടങ്ങറായിട്ട് വന്നതായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ SP-മാരുടെ ഓഫീസിൽ ചെന്നാൽ അവർക്കൊന്നും അറിയില്ല, SP-ക്ക് അറിയില്ല. SP പോയിട്ട് പന്തളിക്കാൻ പോവുക SP. എന്നിട്ട് അവർ പറയണം ഡ്യൂട്ടിക്ക് പോയതാണ്, മീറ്റിങ്ങിന് പോയതാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അറിയാം. എന്താ വിചാരിച്ചാൽ എവിടെയല്ല. കാരണം മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ അവർക്ക് പണി ഇങ്ങനെ തന്നെ. ഒപ്പിടുക, ഒപ്പിടുക, കല്യാണത്തിന് പോവുക, ഒപ്പിടുക. പിന്നെ ചില ആളുകൾ ഒപ്പിടാൻ പിന്നെ ഈ സ്കൂൾ പെൺകുട്ടികളുടെ മൂത്രക്കുയ്യിൽ ഒപ്പിടാനൊക്കെ പോകുന്നത്. മനസ്സിലായില്ലേ? പൊതുജനത് കേൾക്കണം. ഞാനത് അറിഞ്ഞിട്ട് നല്ല ചുറ്റുപാട് തന്നെയാണ് ഈ വരുന്നത്. വെറുതെ പറഞ്ഞതൊന്നുമല്ല. ഇവിടുത്തെ പൊതുജനത്തിന് ഒരു അവകാശം ഒരു അധികാരം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. എന്തിനാണ് ഇവരെ തിരഞ്ഞെടുക്കണത് എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കാം. ആ വെറുതെ ഒരു പെൻഷൻ്റെ കാര്യം മാത്രം അത് മുഴുവനായിട്ടില്ല. പൊതുജനങ്ങൾക്ക് വാക്ക് കൊടുക്കാതിരിക്കുക, കൊടുത്താൽ അതിൽ പിന്നാക്കാൻ പോകാതിരിക്കുക. ഇതൊന്നും പിന്നെ കണ്ണൂർക്കാർക്ക് പറഞ്ഞതല്ല. പിന്നെ ഇപ്പോൾ ആരോട് പറയാനാ? കണ്ണൂർക്കാർക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോഴിനെ കൊളുത്തുന്നതിന് പകരം മനുഷ്യനെ 550 പീസാക്കി വെട്ടാൻ മാത്രമേ കണ്ണൂർക്കാർക്ക് അറിയുള്ളൂ. അതിന് വിവരം വേണ്ടേ നായ്ക്കൾക്ക്?